ഹലോ ഗായ്സ്, ഇത് ഞാനാണ് പീലി. അപ്പം ഇന്നെന്താണെന്ന് ഞാൻ പറയാവേ. ഇന്ന് എന്നെ അമ്മേനെയും കൂട്ടിയിട്ട് പപ്പയും അമ്മയും കൂടി എവിടെയോ പോവാണ്. ഇനി രാത്രി അലമ്പുണ്ടാക്കണേന് എന്നെ കളയാൻ കൊണ്ടുപോകണേനാന്ന് എനിക്കറിയില്ല ഗായ്സ്. എന്തായാലും ഞാൻ ഈ കാഴ്ചയൊക്കെ കണ്ടിരിക്കും. എത്രയെന്ന് വെച്ചാലേ മനുഷ്യൻ ഈ ഭിത്തിയും കർട്ടനും ഫാനും കണ്ടിരിക്കുന്നത്. അങ്ങനെ കാഴ്ചയൊക്കെ കണ്ടിരുന്ന് എനിക്ക് ടയേർഡായി കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് ഉറങ്ങി ഗായ്സ്. ഞാൻ ഉറങ്ങിയ തക്കത്തിന് അമ്മ എൻ്റെ വീഡിയോ എടുക്കുന്നതാണ് ഗായ്സ് ഈ കാണുന്നത്. അമ്മ അല്ലെങ്കിലും ഇങ്ങനെയാണ്, എൻ്റെ പുറകെ എപ്പോഴും ഈ വീഡിയോ ഫോണൊക്കെ ആയിട്ട് നടപ്പാണ് ഗായ്സ്. അങ്ങനെ കുറേ നേരം സ്വപ്നമൊക്കെ കണ്ട് ഞാൻ നന്നായിട്ട് ഉറങ്ങി. ഞാൻ ഉറങ്ങുമ്പോഴാണ് എൻ്റെ മുഖത്ത് നിന്ന് അവരസങ്ങൾ വിരിയുന്നതെന്ന് അമ്മ എപ്പോഴും പറയും. എന്തൊക്കെയോ എക്സ്പ്രഷൻസ് ഞാൻ ഇടുമെന്നും അമ്മ പറയും. ഇതൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്കറിയില്ലല്ലോ ഗായ്സ്, എനിക്കും അറിയില്ല. അങ്ങനെ കുറേ നേരം ഉറങ്ങി ഞാൻ എണീറ്റപ്പോഴും ഞങ്ങൾ ഈ വണ്ടിയുടെ ഉള്ളിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുക. പപ്പയാണെങ്കിൽ കുലുക്കിയാണ് എന്നെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് എൻ്റെ ഉറക്കവും ശരിയാവണില്ല. പപ്പയുടെ ഡ്രൈവിങ് ഇപ്പോൾ ശരിയാവുന്നില്ല കേട്ടോ പപ്പേ. അങ്ങനെ കുറേ ദൂരം നിന്നിട്ട് ഇതെന്താ എത്താത്തതെങ്കിൽ ദൂരെ എവിടെയെങ്കിലും ആണോ എന്നെ കൊണ്ടുപോകണേന്ന് ആലോചിച്ച് ഞാൻ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി എൻ്റെ കൈ ചപ്പി അവിടെ ഇരുന്നു. കുറച്ച് കരയാൻ ശ്രമിച്ചെങ്കിലും അമ്മ അതിനൊന്നും എന്നെ സമ്മതിച്ചില്ല. കുറേ നേരം കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ബോറടിച്ചു. അപ്പം ഞാൻ പിന്നെയും ഉറങ്ങാൻ നോക്കിയിട്ടും അമ്മ അതിനും സമ്മതിക്കുന്നുണ്ടായില്ല. അപ്പം ഞാൻ നോക്കുമ്പോൾ എൻ്റെടാ അതേ മമ്മ കാറിൽ നിന്ന് ഇറങ്ങിപ്പോണു. ഈ മമ്മ ഇതിപ്പോൾ എങ്ങടാ പോണേന്ന് പറഞ്ഞ് ആലോചിക്കുമ്പോഴത്തേക്ക് എന്നെയും പറക്കി അമ്മ ഇറങ്ങി എന്നെ നേരെ പപ്പടേക്ക് കൊടുത്തു. അപ്പോഴാണ് ഗായ്സ് എനിക്ക് മനസ്സിലായത് ഇവരെന്നെയും കൂട്ടി ഷോപ്പിങ്ങിന് വന്നതാണ്. പിന്നെ ആ കടയിലുള്ള എല്ലാവരും എന്നെ തൊട്ടും തല്ലുകൂടിയൊക്കെ നിൽക്കുകയായിരുന്നു. അങ്ങനെ കുറേ നേരത്തെ ഷോപ്പിംഗ് കഴിഞ്ഞപ്പോൾ അമ്മ എന്നോടൊരു മിറർ സെൽഫി എടുക്കാൻ സഹകരിക്കാൻ പറഞ്ഞു. ഞാൻ സഹകരിച്ചില്ല ഗായ്സ്. കാരണം ഇത്രയും നേരം എന്നെ തൂക്കിക്കൊണ്ടുപോയിട്ട് എനിക്കൊരു ഉടുപ്പ് പോലും അവർ മേടിച്ചു തന്നില്ല. അപ്പം ഞാൻ നൈസായിട്ട് അവിടെ കിടന്ന് ഉറങ്ങി. അങ്ങനെ ഉറക്കത്തിൽ വീണ്ടും അവരെന്നെ തൂക്കിയെടുത്ത് എങ്ങോട്ടൊക്കെയോ പോകുന്നുണ്ടായി. ഞാൻ കണ്ണു തുറന്ന് നോക്കാനേ പോയില്ല. അങ്ങനെ ഞാൻ ഉറങ്ങിക്കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ വെട്ടമൊക്കെ അടിച്ച് കണ്ണു നോക്കിയപ്പോൾ അതാ ഗൈസ് വീട്ടിൽ ഞങ്ങൾ തിരിച്ചെത്തിയിരിക്കുന്നു.